കൊല്ലം കൊട്ടാരക്കര കൈതക്കോട് യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ സഹോദരങ്ങളടക്കമുള്ള 5 പ്രതികൾക്ക് കഠിന തടവും പിഴയും ശിക്ഷ. ചെറുപൊയ്ക സ്വദേശി രഞ്ജിത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതികൾക്ക് 8 വർഷം കഠിന തടവും ഓരോ ലക്ഷം രൂപ പിഴയും വിധിച്ചത്. ചാരായം വാറ്റിനെ കുറിച്ച് പരാതിപ്പെട്ടതിലുള്ള വൈരാഗ്യമായിരുന്നു ആക്രമണത്തിലെത്തിയത്. പുത്തൂർ കൈതക്കോട് സ്വദേശികളായ വേടൻ സുരേഷ് എന്ന് വിളിക്കുന്ന സുരേഷ്, അനുരാഗ്, അജിത്, സഹോദരങ്ങളായ ജിജോ മാത്യു, സിജോ മാത്യു എന്നിവരെയാണ് ശിക്ഷിച്ചത്. കൊട്ടാരക്കര അഡീഷണൽ സെഷൻസ് കോടതിയിലേതാണ് വിധി. കഠിന തടവിന് പുറമെ പ്രതികൾ ഓരോ ലക്ഷം രൂപയും പിഴയൊടുക്കണം. ആക്രമണത്തിൽ പരിക്കേറ്റ് നടക്കാൻ സാധിക്കാത്ത രഞ്ജിത്തിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഇരയ്ക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക ഉറപ്പാക്കണമെന്നും ജഡ്ജി എ ഷാനവാസ് ഉത്തരവിട്ടു. 29 രേഖകളും 22 സാക്ഷികളും 10 തൊണ്ടിമുതലുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. ആക്രമണത്തിന് ഉപയോഗിച്ച വെട്ടുകത്തി, കൊടുവാൾ തുടങ്ങിയ ആയുധങ്ങളും പ്രതികൾ ആക്രമണത്തിന് പദ്ധതിയിട്ട മൊബൈൽ ഫോണും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 2015 സെപ്റ്റംബർ 9-നാണ് കേസിനാസ്പദമായ സംഭവം. പ്രതികൾ ചാരായം മാറ്റുന്നുവെന്ന് രഞ്ജിത്ത് എഴുകോൺ പോലീസിലും എക്സൈസിലും പരാതി നൽകിയിരുന്നു. പരിശോധനയിൽ പ്രതികളുടെ വീട്ടിൽ നിന്ന് വാറ്റുചാരായം പിടിച്ചെടുത്തു. ഇതിന്റെ വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം. ഇരുചക്ര വാഹന വിൽപ്പനശാലയിലെ ജോലിക്കാരനായിരുന്നു രഞ്ജിത്ത്. വാഹനം വാങ്ങുന്ന കാര്യം സംസാരിക്കാനെന്ന വ്യാജേന രഞ്ജിത്തിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഫസ്റ്റ് വെട്ട് എൻ്റെ പുറത്താണ് വെട്ടുന്നത്, സ്പൈനൽ കോഡ് തകരാറ് പറ്റിയത്. അതിനുശേഷം ഏതാണ്ട് ചെറുതും വലുതുമായി 10-16ഓളം വെട്ടുകൾ, ഇതെല്ലാം വെട്ടാണ്. ഇതെല്ലാം വെട്ടാണ്. കാലിക്കുണ്ട് വെട്ടി, തോളത്ത്, പിന്നെ കാല് തന്നെ 3 വെട്ടുണ്ട് കാല് തന്നെ. പ്രതികൾ CPM DYFI പ്രവർത്തകരായിരുന്നു. RSS പ്രവർത്തനം കൂടിയായ രഞ്ജിത്തിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യവും ആക്രമണത്തിന് കാരണമായി. ഭീഷണികളുണ്ടായിരുന്നു തീർച്ചയായിട്ടും. പല രീതിയിൽ പലരെയും പറഞ്ഞു വിട്ടിട്ട് ഭീഷണിപ്പെടുത്തി ശിക്ഷിക്കുന്നതിന് മുമ്പ് എന്നെ ആക്രമിക്കുമെന്നും എന്തായാലും ഇത്രയൊക്കെ ആയില്ലയോ എങ്കിൽ ആക്രമിക്കാമെന്നുള്ള രീതിയിലൊക്കെ ഉള്ള ടോക്കുകളൊക്കെ ധാരാളം വന്നു. നട്ടലിനും ഇടുപ്പലിനും പരിക്കേറ്റ രഞ്ജിത്ത് മാസങ്ങളോളമാണ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞത്. നട്ടലിലും ഇടുപ്പലിലും തകർന്ന രഞ്ജിത്ത് വീൽചെയറിന്റെ സഹായത്താലാണ് ഇപ്പോഴും സഞ്ചരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.